ഹായ് എവ്രിവൺ. നമ്മളുടെ സി എ ഇൻ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2 ഓൺ വാല്യുവേഷൻ ഓഫ് ഇൻവെൻട്രീസ്. അപ്പോൾ അതിനകത്തെ ഓൾമോസ്റ്റ് മിക്കവാറും കോൺസെപ്റ്റ്സ് എല്ലാം തന്നെ നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു കോംപ്രഹെൻസീവ് ക്വസ്റ്റ്യൻ ആണ്. ചില കോൺസെപ്റ്റ്സ് നമുക്ക് ഇതിനകത്ത് കവർ ചെയ്യാൻ പറ്റില്ല എങ്കിൽ പോലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2-3 ആസ്പെക്റ്റ് ഈ ഒരു ക്വസ്റ്റ്യനകത്തുണ്ട്. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആദ്യം ഒന്ന് കാണാം. അതിനുശേഷം ഇൻവെൻട്രി വാല്യുവേഷൻ്റെ പ്രിൻസിപ്പിൾസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ദെൻ വി ക്യാൻ സോൾവ് ദിസ് പ്രോബ്ലം സോ ദാറ്റ് ഇറ്റ് വിൽ ബി എ ക്വിക്ക് റിവിഷൻ ഫോർ യു. ഓക്കെ, അപ്പോൾ നമ്മളുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യനിൽ പറയുന്നു, മിസ്റ്റർ മെഹുൽ ഗീവ്സ് ദി ഫോളോയിങ് ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു ദി ഐറ്റംസ് ഫോമിംഗ് പാർട്ട് ഓഫ് ഇൻവെൻട്രി as on 31/3/2017. His factory produces product X using raw material A. Okay, so he's a manufacturer. പുള്ളിയുടെ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആണ് പ്രോഡക്റ്റ് എക്സ്, പുള്ളിയുടെ റോ മെറ്റീരിയൽ ആണ് റോ മെറ്റീരിയൽ എ. ഇത്ര ഇൻഫർമേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ദെൻ ഇവർ പറയുന്നു റോ മെറ്റീരിയൽ എയുടെ 600 യൂണിറ്റ്സ് ഇയർ എൻഡിൽ നമ്മുടെ കയ്യിലുണ്ട്. ഇത് പർച്ചേസ് ചെയ്തേക്കുന്നത് ഒരു യൂണിറ്റിന് 120 എന്ന പ്രൈസിലാണ്. ആൻഡ് റീപ്ലേസ്മെന്റ് കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ എ ആസ് ഓൺ 31/3/2017 ഈസ് 90 per unit. സോ റീപ്ലേസ്മെന്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം നമ്മളുടെ ഇപ്പോൾ ഉള്ള സർക്കംസ്റ്റൻസ് ഒക്കെ വെച്ചിട്ട് നമുക്കിപ്പം ഈ ഇൻവെൻട്രി ഈ റോ മെറ്റീരിയൽ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ 90 രൂപ കൊടുത്താൽ മതി. ദാറ്റ് ഈസ് ദി മീനിങ് ഓഫ് റീപ്ലേസ്മെന്റ് കോസ്റ്റ്. ഇനി സെക്കൻഡ് ഐറ്റം ഓഫ് ഇൻവെൻട്രി ആണ് 500 യൂണിറ്റ്സ് ഓഫ് പാർട്ട്ലി ഫിനിഷ്ഡ് ഗുഡ്സ്. നമ്മൾ ഇതിനെ വർക്ക് ഇൻ പ്രോഗ്രസ് എന്നൊക്കെ വിളിക്കുന്ന സംഭവമാണ്. ഇൻ ദി പ്രോസസ് ഓഫ് പ്രൊഡ്യൂസിങ് എക്സ് എന്ന് പറയുന്നതാണ് അവരുടെ ഫൈനൽ പ്രോഡക്റ്റ്. അതിൻ്റെ പാർട്ട്ലി ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ആയിട്ട് 500 യൂണിറ്റ്സ് ഉണ്ട്. അതിൻ്റെ കോസ്റ്റ് ഇൻകേർഡ് ടിൽ ഡേറ്റ് 260 per unit ആണ്. ദീസ് യൂണിറ്റ്സ് ക്യാൻ ബി ഫിനിഷ്ഡ് നെക്സ്റ്റ് ഇയർ ബൈ ഇൻകറിങ് അഡീഷണൽ കോസ്റ്റ് ഓഫ് 60 per unit. ഇതാണ് നമ്മളുടെ സിറ്റുവേഷൻ രണ്ടാമത്തെ. ഇനി മൂന്നാമത് പറയുന്നു 1500 യൂണിറ്റ്സ് ഓഫ് ഫിനിഷ് പ്രോഡക്റ്റ് എക്സ് ഇസ് ദർ. അതിൻ്റെ ടോട്ടൽ കോസ്റ്റ് 320 per unit ആണ്. എക്സ്പെക്റ്റഡ് സെല്ലിംഗ് പ്രൈസ് ഓഫ് ദി പ്രോഡക്റ്റ് എക്സ് ഈസ് 300 per unit. മൂന്നാമത്തെ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് എക്സ് ഇരിപ്പുണ്ട്. ഡിറ്റർമൈൻ ഹൗ ഈച്ച് ഐറ്റം ഓഫ് ഇൻവെൻട്രി വിൽ ബി വാല്യൂഡ് ആസ് ഓൺ 31/3/2017. ഓൾസോ കാൽക്കുലേറ്റ് വാല്യൂ ഓഫ് ടോട്ടൽ ഇൻവെൻട്രി ആസ് ഓൺ 31/3/2017. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പം ഫസ്റ്റ് മനസ്സിലാക്കുക ഇത് ഇൻവെൻട്രി വാല്യുവേഷൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ വാട്ട് ഈസ് ദി മീനിങ് ഓഫ് ഇൻവെൻട്രീസ്? സോ ഇൻവെൻട്രീസ് സ്റ്റാൻഡേർഡ് പറയുന്നു ഇൻവെൻട്രീസ് ആർ ദോസ് അസെറ്റ്സ് വിച്ച് ആർ ഹെൽഡ് ഫോർ സെയിൽ ഇൻ ദി ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്. ബേസിക്കലി നമ്മളുടെ ഫിനിഷ്ഡ് ഗുഡ്സ്, സ്റ്റോക്ക് ഇൻ ട്രേഡ്, അങ്ങനെ ഈ കാറ്റഗറിയിൽ വരുന്ന ഐറ്റംസ് ആണ് അവിടെ ആ ഡെഫിനേഷനിൽ കവർ ആവുക. രണ്ടാമത്തെ ഐറ്റം ആണ് വിച്ച് ആർ അസെറ്റ്സ് വിച്ച് ആർ in the process of production for such sale. So work in progress of a manufacturer will be included there. Third one ആണ് in the form of materials and supplies which are to be consumed in the production process or rendering of service. അതിൽ റോ മെറ്റീരിയൽ വരാം, അതുപോലെ തന്നെ നമ്മുടെ പാക്കിംഗ് മെറ്റീരിയൽ, അത് പ്രൈമറി പാക്കിംഗ് മെറ്റീരിയൽ ആണെങ്കിൽ അത് വരാം, അതുപോലെ നമ്മുടെ കൺസ്യൂമബിൾസ് വരാം, സ്പെയർ പാർട്സ് ഒക്കെ PPEയുടെ ഡെഫിനേഷൻ മീറ്റ് ചെയ്യാത്ത ഐറ്റംസ് വരാം. അങ്ങനെ ഡയറക്റ്റും ഇൻഡയറക്റ്റുമായിട്ടുള്ള മെറ്റീരിയൽസ്, സപ്ലൈസ്, കൺസ്യൂമബിൾസ് എല്ലാം ഇതിനകത്ത് വരാം, വിച്ച് ഇസ് യൂസ്ഡ് ഇൻ ദി പ്രൊഡക്ഷൻ പ്രോസസ് ഓർ റെൻഡറിങ് ഓഫ് സർവീസ്. ഇതാണ് ഇൻവെന്ററിയുടെ ഡെഫിനേഷൻ. അപ്പോൾ ഈ 3 ഐറ്റം ഈ സ്റ്റാൻഡേർഡ് പ്രകാരം അക്കൗണ്ട് ചെയ്യേണ്ടതാണ്. ഇനി ഇതിൻ്റെ വാല്യുവേഷൻ റിലേറ്റഡ് ആയിട്ട് സ്റ്റാൻഡേർഡ് എന്താണ് നമുക്ക് തരുന്ന ഗൈഡൻസ്? നമുക്ക് എല്ലാവർക്കും വളരെ കോമൺ ആയിട്ട് അറിയാവുന്ന ഒരു ഗൈഡൻസ് ഉണ്ട്. ഇൻവെന്ററീസ് ആർ ടു ബി വാല്യൂഡ് അറ്റ് ലോവർ ഓഫ് കോസ്റ്റ് ആൻഡ് നെറ്റ് റിയലൈസബിൾ വാല്യൂ. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ഈ ഒരു കോൺസെപ്റ്റ് ഇതെന്താണ്, എങ്ങനെയാണ് എന്നുള്ളത് ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാം. സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇൻവെന്ററി വാല്യുവേഷൻ്റെ പ്രിൻസിപ്പിൾ നമ്മൾ നോക്കിയാൽ, ഈ പ്രിൻസിപ്പിൾ ലോവർ ഓഫ് കോസ്റ്റ് ആൻഡ് NRV എന്ന് പറഞ്ഞ് നമ്മൾ പണ്ട് തൊട്ടേ പഠിക്കുന്ന കോൺസെപ്റ്റ്, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി കോൺസെപ്റ്റ് ഓഫ് പ്രൂഡൻസ്. ഓക്കെ, നമുക്കെന്താ ഇൻവെൻട്രീസ് എന്ന് പറയുന്ന സാധനം, അതിൽ നിന്ന് പ്രോഫിറ്റ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യരുത്, പക്ഷെ ലോസ് വന്നാൽ അത് അന്നേരം തന്നെ പ്രൊവൈഡും ചെയ്യണം. ആ ഒരു ലോജിക്കിന്റെ പുറത്താണ് ഈ ഒരു കോൺസെപ്റ്റ് എഴുതി വെച്ചേക്കുന്നത്. ഇൻവെൻട്രീസ് ആർ വാല്യൂഡ് അറ്റ് ലോവർ ഓഫ് കോസ്റ്റ് ആൻഡ് നെറ്റ് റിയലൈസബിൾ വാല്യൂ. അപ്പം ഈ അസറ്റ് വിൽക്കുമ്പം പ്രോഫിറ്റ് ആണെങ്കിൽ ആ പ്രോഫിറ്റ് എക്സ്പെക്ട് ചെയ്യരുത്, കോസ്റ്റിൽ തന്നെ റെക്കോർഡ് ചെയ്യണം.
but if there is a decrease, that should be appropriately considered. So കോസ്റ്റിൽ വാല്യൂ ചെയ്താൽ അസറ്റിന്റെ വാല്യൂ ഇൻഫ്ലേറ്റ് ചെയ്യും, അത് ചെയ്യരുത്, നിങ്ങൾ NRVയിലേക്ക് റെഡ്യൂസ് ചെയ്യണം. ഇതാണ് അവിടുത്തെ ലോജിക്. അപ്പോൾ ഇൻവെന്ററീസ് ഷുഡ് ബി വാല്യൂഡ് അറ്റ് ലോവർ ഓഫ് കോസ്റ്റ് ആൻഡ് നെറ്റ് റിയലൈസബിൾ വാല്യൂ. കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ കോസ്റ്റ് ഓഫ് പർച്ചേസ് എടുക്കും, കോസ്റ്റ് ഓഫ് കൺവേർഷൻ എടുക്കും, അതർ കോസ്റ്റ് ഡയറക്ട്ലി ഇൻകേർഡ് ടു ബ്രിങ് ദി ഇൻവെന്ററി ടു പ്രസന്റ് ലൊക്കേഷൻ ആൻഡ് കണ്ടീഷൻ, അത്രയും വരെ വരുന്ന കോസ്റ്റ് നമ്മൾ എടുക്കും. അപ്പോൾ ആ കോസ്റ്റ് വരുമ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം പല ഗൈഡൻസസ് നമ്മൾ അതിനകത്ത് കാണുന്നുണ്ട്. നോൺ റീഫണ്ടബിൾ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് ആഡ് ചെയ്യണം. അതുപോലെ തന്നെ ഫിക്സഡ് ഓവർ ഹെഡ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് നോർമൽ കപ്പാസിറ്റിയുടെ ബേസിസിലാണ്. പക്ഷേ എന്താണ്, അവിടെ എന്തെങ്കിലും അബ്നോർമൽ ലോസ് ഉണ്ട്, ഐഡിയൽ പ്ലാന്റ് ഉണ്ട്, ലോവർ പ്രൊഡക്ഷൻ ഉണ്ടെങ്കിലും ആ നോർമൽ കപ്പാസിറ്റിയുടെ ബേസിൽ തന്നെയായിരിക്കും. പക്ഷെ അബ്നോർമൽ ഹൈ പ്രൊഡക്ഷൻ വന്നാൽ ഇൻവെന്ററി കോസ്റ്റിലും കൂടിയ വാല്യൂയിൽ റെക്കോർഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി the allocation rate should be revised, ആക്ച്വൽ പ്രൊഡക്ഷനെ ബേസ് ചെയ്ത് അന്നേരം നമ്മൾ എടുക്കും. അങ്ങനെയുള്ള കോൺസെപ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ജോയിന്റ് പ്രോഡക്റ്റ് ബൈ പ്രോഡക്റ്റ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ, ജോയിന്റ് പ്രോഡക്റ്റ് ആണെങ്കിൽ റേഷണൽ ആൻഡ് കൺസിസ്റ്റന്റ് ബേസിസ് നമ്മളുടെ മാർക്കറ്റ് വാല്യൂ സെപ്പറേഷൻ എന്ന് പറയുന്ന മെത്തേഡ് ഒക്കെയാണ് അവിടെ പറയുന്നത്. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ബൈ പ്രോഡക്റ്റ് ആണെങ്കിൽ അതിന്റെ NRV കോസ്റ്റിൽ നിന്ന് റെഡ്യൂസ് ചെയ്യും. അങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ പറയുന്നുണ്ട്. ഇനി ചില കോസ്റ്റ് സ്പെസിഫിക്കലി എക്സ്ക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഒന്ന്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇൻട്രസ്റ്റ് ജനറലി എക്സ്ക്ലൂഡഡ് ആണെന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് AS16 വേറൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡിൽ പറയുന്നത് പോലെ നമുക്ക് ഒരു ക്വാളിഫയിങ് അസറ്റ് ആണ് ഇൻവെന്ററി എങ്കിൽ മാത്രം അത് ആ കോസ്റ്റ് ഇൻവെന്ററിയുടെ കോസ്റ്റിലേക്ക് എടുക്കും, അല്ലെങ്കിൽ നമ്മൾ അതിനെ എക്സ്ക്ലൂഡ് ചെയ്യും. അതാണ് അതിന്റെ മീനിങ്. ദെൻ നമുക്ക് ചില കോസ്റ്റ് സ്പെസിഫിക്കലി എക്സ്ക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? നമ്മളുടെ abnormal loss, okay, abnormal wastage of material, labor and other resources, storage cost unless it form part of production process, administrative overhead that do not contribute to bringing the inventory to present location condition, then selling and distribution cost. ഇത്രയും കോസ്റ്റ് ഒക്കെ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ദെൻ എങ്ങനെയാണ് ഈ കോസ്റ്റ് മെഷർ ചെയ്യേണ്ടത്? അതിൻ്റെ ഗൈഡ് ലൈൻസ് ലൈക്ക് കോസ്റ്റ് ഫോർമുലാസ് നമുക്ക് തരുന്നുണ്ട്. അപ്പം ഇൻവെന്ററീസ് ദാറ്റ് ആർ നോട്ട് ഓർഡിനറിലി ഇന്റർചേഞ്ചബിൾ ആണെങ്കിൽ അവർ പറയുന്നു സ്പെസിഫിക് ഐഡന്റിഫിക്കേഷൻ മെത്തേഡാണ്. ഇൻവെന്ററീസ് ദാറ്റ് ആർ ഓർഡിനറിലി ഇന്റർചേഞ്ചബിളിന് FIFO അല്ലെങ്കിൽ വെയ്റ്റഡ് ആവറേജ് മെത്തേഡ്, അതാണ് കോസ്റ്റ് മെഷർ ചെയ്യാനായിട്ടുള്ള ടെക്നിക്ക് പറയുന്നത്. ഇനി നമുക്കൊരു ഈസിനെസ്സിന് വേണ്ടി രണ്ട് നോൺ ഹിസ്റ്റോറിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള മെത്തേഡ്സ് പെർമിറ്റഡ് ആണ്. ഒന്ന് സ്റ്റാൻഡേർഡ് കോസ്റ്റ് മെത്തേഡ്. നമ്മൾ പെർ യൂണിറ്റ് കോസ്റ്റ് ഓരോന്നിൻ്റെയും കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്ത് നോക്കണ്ട. ഇഫ് ആക്ച്വൽ കോസ്റ്റ് അപ്രോക്സിമേറ്റ് ദി സ്റ്റാൻഡേർഡ് കോസ്റ്റ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആ സ്റ്റാൻഡേർഡ് കോസ്റ്റുകൾ തന്നെ നമുക്ക് ഇൻവെന്ററിയുടെ കോസ്റ്റിന് വേണ്ടി കൺസിഡർ ചെയ്തിട്ട് അത് വെച്ച് വാല്യുവേഷൻ ചെയ്യാം. അങ്ങനെ എന്താണ് മെറ്റീരിയൽ ആയിട്ടുള്ള ഡിഫറൻസ് വരില്ലെങ്കിൽ അത് ഉപയോഗിക്കാം. FIFO വെയ്റ്റഡ് ആവറേജ് അതിൻ്റെ കോസ്റ്റ് ഷീറ്റ് ഒന്നും പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് മെത്തേഡ്. രണ്ടാമത്തെയാണ് റീറ്റെയിൽ മെത്തേഡ്. നമുക്ക് വളരെയധികം വലിയ ഒരു ബിസിനസ് ഒക്കെയാണ്, റീറ്റെയിൽ ബിസിനസ് ആണ്, FIFO വെയ്റ്റഡ് ആവറേജ് ഒക്കെ അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, ആൻഡ് സെയിം ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ ഒക്കെ ഉണ്ടെങ്കിൽ എന്താണോ ഇയർ എൻഡിൽ നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കുക, അതിൽ നിന്ന് ഗ്രോസ് മാർജിൻ കുറച്ചാൽ നമുക്ക് കോസ്റ്റിൽ അറൈവ് ചെയ്യാം. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇൻവെന്ററി വാല്യൂ ചെയ്യാം. ഇതാണ് കോസ്റ്റ് റിലേറ്റഡ് നമുക്ക് തന്നിരിക്കുന്ന പ്രൊവിഷൻസ്. ഇനി രണ്ടാമത്തെയാണ് നെറ്റ് റിയലൈസബിൾ വാല്യൂ. നെറ്റ് റിയലൈസബിൾ വാല്യൂവിനെ കുറിച്ച് സ്റ്റാൻഡേർഡ് പറയുന്നത്, നെറ്റ് റിയലൈസബിൾ വാല്യൂ മീൻസ് it is the estimated selling price less estimated cost of completion less estimated cost necessary to make the sale. ഇതാണ് പറയുന്നത്. അപ്പം ഈ ഒരു സംഭവം നമ്മൾ നോക്കിയാൽ ഇതിനകത്ത് ഒരു എൻറ്റിറ്റിയുടെ പേഴ്സ്പെക്റ്റീവിൽ നിന്നുകൊണ്ടുള്ള വാല്യുവേഷൻ ആണ്. അവിടെ എന്ത് പർപ്പസിനാണ് ഇൻവെന്ററി വെച്ചേക്കുന്നത് എന്നൊക്കെ നോക്കിയിട്ട് എസ്റ്റിമേറ്റഡ് സെല്ലിംഗ് പ്രൈസ് നമ്മൾ കണ്ടുപിടിക്കും. ആ എസ്റ്റിമേറ്റഡ് സെല്ലിംഗ് പ്രൈസിൽ നിന്ന് അതൊരു പാർട്ട്ലി ഫിനിഷ്ഡ് യൂണിറ്റ് ഒക്കെ ആണെങ്കിൽ ഇനി അതിനെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എത്ര കോസ്റ്റ് കൂടി വരും എന്നുള്ളത് റെഡ്യൂസ് ചെയ്യും. പിന്നെ സെല്ലിംഗ് എക്സ്പെൻസ് പോലെ ബ്രോക്കറേജ്, കമ്മീഷൻ, അങ്ങനെ എന്തെങ്കിലും എസ്റ്റിമേറ്റഡ് കോസ്റ്റ് നെസസറി ടു മേക്ക് ദ സെയിൽ ഉണ്ടെങ്കിൽ അത് നമ്മൾ റെഡ്യൂസ് ചെയ്യും. അങ്ങനെയായിരിക്കും നെറ്റ് റിയലൈസബിൾ വാല്യൂ അറൈവ് ചെയ്യുക. ഇനി കോസ്റ്റ്, നെറ്റ് റിയലൈസബിൾ വാല്യൂ ഇത് രണ്ടും അറൈവ് ചെയ്തതിന് ശേഷം ഓരോ ഇൻഡിവിജ്വൽ പ്രോഡക്ട്സ്, ഓരോ ടൈപ്പ് ഓഫ് പ്രോഡക്ട്സിനും ഐറ്റം ബൈ ഐറ്റം ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ലോവർ ഓഫ് കോസ്റ്റ് ആൻഡ് NRV കമ്പാരിസൺ എടുക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ലാസിഫിക്കേഷൻ വൈസ് ഒന്നും ആയിരിക്കരുത് അത് എടുക്കുന്നത്. ഇറ്റ് ഷുഡ് ബി ഓൺ ആൻ ഐറ്റം ബൈ ഐറ്റം ബേസിസ് ഓൾസോ. ഇത്രയാണ് നമ്മളുടെ ആ ഒരു ജനറൽ പ്രിൻസിപ്പിള് പഠിച്ചിട്ടുള്ളത്. ഇനി ഈ ലോവർ ഓഫ് കോസ്റ്റ് ആൻഡ് NRVയുടെ ഈ ഒരു പ്രിൻസിപ്പിളിന് ഒരു എക്സെപ്ഷൻ ഉണ്ട് ഈ സ്റ്റാൻഡേർഡിൽ. പലരും ആ എക്സെപ്ഷൻ വിട്ടുപോകാറുണ്ട്. അത് പാരഗ്രാഫ് 24 ഓഫ് AS2 പറഞ്ഞു വെച്ചിരിക്കുന്നത്. ആ എക്സെപ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ ആ ബെയർ സ്റ്റാൻഡേർഡിൽ പറഞ്ഞിരിക്കുന്ന വേർഡിങ്സ് ആണ് ഞാൻ അവിടെ എടുത്തേക്കുന്നത്. മെറ്റീരിയൽസ് ആൻഡ് സപ്ലൈസ് ഹെൽഡ് ഫോർ യൂസ് ഇൻ ദി പ്രൊഡക്ഷൻ ഓഫ് ഇൻവെന്ററീസ് ആർ നോട്ട് റിട്ടൺ ഡൗൺ ബിലോ കോസ്റ്റ് ഇഫ് ദി ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ഇൻ വിച്ച് ദേ വിൽ ബി ഇൻകോർപ്പറേറ്റഡ് ആർ എക്സ്പെക്റ്റഡ് ടു ബി സോൾഡ് അറ്റ് ഓർ എബോവ് കോസ്റ്റ്. നമ്മൾ ഒരു ഇൻവെന്ററി
ആ ഇൻവെൻറ്ററി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി, ഒരു ഫിനിഷ്ഡ് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മളുടെ ഈ കുറച്ച് റോ മെറ്റീരിയൽസ് ആൻഡ് സപ്ലൈസ് ഇതൊക്കെ ഇരിപ്പുണ്ടെന്ന് വിചാരിക്കുക. ആ സാധനത്തിൻ്റെ കേസിൽ നമ്മളുടെ ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ സെല്ലിംഗ് പ്രൈസ്, ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ നെറ്റ് റിയലൈസബിൾ വാല്യൂ ആ ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ കോസ്റ്റിലും കൂടുതലാണെങ്കിൽ ഈ റോ മെറ്റീരിയലിൽ നിന്ന് ലോസ് ഒന്നും എക്സ്പെക്റ്റഡ് അല്ല. അതുകൊണ്ട് റോ മെറ്റീരിയൽ കോസ്റ്റിൽ തന്നെ കാണിച്ചാൽ മതി. അതാണ് ഈ സെൻറ്റൻസിൻ്റെ മീനിങ്. അതായത് എനിക്കൊരു റോ മെറ്റീരിയലിൻ്റെ കോസ്റ്റ് 100 rupees ഉണ്ട്, ആൻഡ് ഇത് ഫിനിഷ്ഡ് ഗുഡ്സ് ആയി കഴിയുമ്പം എൻ്റെ കോസ്റ്റ് വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് കോസ്റ്റ് വിൽ ബി 300 rupees. ഈ ഫിനിഷ്ഡ് ഗുഡ്സ്, ഈ റോ മെറ്റീരിയലിനെ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി കഴിയുമ്പം ഇതിനെ എനിക്ക് 350 രൂപയ്ക്ക് വിൽക്കാൻ പറ്റുമെങ്കിൽ ഫ്യൂച്ചറിൽ ഈ റോ മെറ്റീരിയൽ കൺവേർട്ട് ചെയ്ത് ഫിനിഷ്ഡ് ഗുഡ്സ് ആവും. അന്നേരം എനിക്ക് പ്രോഫിറ്റിലാണ് വിൽക്കാൻ പറ്റുക. അപ്പോൾ ഈ റോ മെറ്റീരിയലിന് വെറുതെ ലോസ് ഒന്നും എക്സ്പെക്റ്റഡ് അല്ല ഇപ്പോഴത്തെ സ്റ്റേജിൽ. അപ്പം നമ്മൾ എന്ത് ചെയ്യേണ്ട, അതിന് കോസ്റ്റ് ആൻഡ് NRV കമ്പാരിസൺ ഒന്നും ചെയ്യേണ്ട, കോസ്റ്റിൽ തന്നെ നിർത്തിയാൽ മതി. പക്ഷേ ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം കോസ്റ്റ് 300 എൻ്റെ ഫിനിഷ്ഡ് ഗുഡ്സിനുള്ളത്, പക്ഷേ 270 എൻ്റെ നെറ്റ് റിയലൈസബിൾ വാല്യൂ എന്ന് വിചാരിക്കുക. ആ സിറ്റുവേഷനിൽ ഫ്യൂച്ചറിൽ ഞാൻ ഇതിനെ റോ മെറ്റീരിയലിനെ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കിയാൽ അന്നേരം എനിക്ക് ലോസിലേ വിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ലോസ് എക്സ്പെക്റ്റഡ് ആണ് ഈ റോ മെറ്റീരിയലിൽ നിന്ന്. അപ്പോൾ ഈ റോ മെറ്റീരിയലിൻ്റെ എന്ത് ചെയ്യണം, കോസ്റ്റ് ആൻഡ് NRV കമ്പാരിസൺ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ മാത്രം എടുത്താൽ മതി. അപ്പം അതുകൊണ്ടാണ് അവർ പറയുന്നത്, ഹൗഎവർ വെൻ ദർ ഇസ് ബീൻ എ ഡിക്ലൈൻ ഇൻ ദി പ്രൈസ് ഓഫ് മെറ്റീരിയലിൻ്റെ റോ മെറ്റീരിയലിൻ്റെ പ്രൈസ് ഡിക്ലൈൻ ചെയ്തു, ആൻഡ് ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് കോസ്റ്റ് ഓഫ് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് വിൽ എക്സീഡ് ദി നെറ്റ് റിയലൈസബിൾ വാല്യൂ. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം റോ മെറ്റീരിയലിൻ്റെ വാല്യൂ 80 ആയി റെഡ്യൂസ് ചെയ്തു, ആൻഡ് ഫിനിഷ്ഡ് ഗുഡ്സ് നമുക്ക് വിൽക്കാൻ പറ്റുന്നത് ലെസ് ദാൻ കോസ്റ്റ് ആണ്, NRV ഇസ് ലെസ് ദാൻ കോസ്റ്റ് ആണ്. ഇങ്ങനൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ഈ റോ മെറ്റീരിയലിനെ NRVയിലേക്ക് കൊണ്ടുപോകണം. ദി മെറ്റീരിയൽസ് ആർ റിട്ടൺ ഡൗൺ ടു നെറ്റ് റിയലൈസബിൾ വാല്യൂ. ഇൻ സച്ച് സർക്കംസ്റ്റൻസസ് റീപ്ലേസ്മെന്റ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ മേ ബി ദി ബെസ്റ്റ് അവൈലബിൾ മെഷർ ഓഫ് ദെയർ നെറ്റ് റിയലൈസബിൾ വാല്യൂ. ഇതാണ് ഈ സ്റ്റാൻഡേർഡ് പറയുന്ന ഗൈഡൻസ്. അപ്പം ഈ 2 ഗൈഡൻസ് കൂടി കമ്പൈൻ ചെയ്ത് നമ്മളൊന്ന് വായിച്ചാൽ, നമ്മളുടെ ഇൻവെൻട്രി വാല്യുവേഷനിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട പ്രിൻസിപ്പിൾ ഇങ്ങനെയാണ്. ഇൻവെൻട്രീസിൽ മെറ്റീരിയൽസ് ഓർ അതർ സപ്ലൈസ് ടു ബി കൺസ്യൂംഡ് ഇൻ പ്രൊഡക്ഷൻ പ്രോസസ് ആണോ നമ്മളുടെ ഐറ്റം എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ അതിന് ഡയറക്ട്ലി കോസ്റ്റ് ആൻഡ് NRV കമ്പാരിസൺ പോകരുത്. അത് ഉപയോഗിച്ചുണ്ടാക്കാൻ പോകുന്ന ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ NRV അതിൻ്റെ കോസ്റ്റോ അതിൽ കൂടുതലോ ആണെങ്കിൽ ഒന്നും ചെയ്യണ്ട, കോസ്റ്റിൽ തന്നെ ഈ ഐറ്റത്തിനെ നമുക്ക് വാല്യൂ ചെയ്യാം. ഇനി NRV ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ലെസ് ദാൻ കോസ്റ്റ് ഓഫ് ദാറ്റ് ഫിനിഷ്ഡ് ഗുഡ്സ് ആണെങ്കിൽ ഈ മെറ്റീരിയൽസ് ആൻഡ് സപ്ലൈസ് നമ്മൾ എന്ത് ചെയ്യണം, കോസ്റ്റ് ആൻഡ് NRV കമ്പാരിസൺ എടുക്കണം. അവിടെ റീപ്ലേസ്മെന്റ് കോസ്റ്റ് ആയിരിക്കും നമ്മളുടെ ബെസ്റ്റ് അവൈലബിൾ മെഷർ ഓഫ് എന്താണ് നെറ്റ് റിയലൈസബിൾ വാല്യൂ. ഇനി ബാക്കിയുള്ള ഇൻവെൻട്രീസിൽ എല്ലാത്തിലും ജനറൽ ക്രൈറ്റീരിയ നമ്മൾ അപ്ലൈ ചെയ്യണം, ലോവർ ഓഫ് കോസ്റ്റ് ആൻഡ് നെറ്റ് റിയലൈസബിൾ വാല്യൂ. ഇതാണ് നമ്മൾ ഇൻവെൻട്രി വാല്യുവേഷനിൽ ചെയ്യേണ്ടത്. അപ്പം ഇനി നമ്മളുടെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യനിൽ അപ്പം നമുക്കൊരു റോ മെറ്റീരിയലിൻ്റെ സിറ്റുവേഷൻ പറയുന്നുണ്ട്, ദെൻ ഒരു വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ സിറ്റുവേഷൻ പറയുന്നുണ്ട്, ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റിൻ്റെ സിറ്റുവേഷനും പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒന്ന് പ്രിപ്പയർ ചെയ്യാം. ഫസ്റ്റ് നമുക്കുള്ള ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഫിനിഷ്ഡ് ഗുഡ്സിൽ നിന്ന് തുടങ്ങാം. പ്രോഡക്റ്റ് എക്സിൻ്റെ കാര്യത്തിൽ അവർ പറയുന്നു എക്സ്പെക്റ്റഡ് സെല്ലിംഗ് പ്രൈസ് ഇസ് ഈക്വൽ ടു 300. സോ നമുക്ക് അസ്യൂം ചെയ്യാം സെല്ലിംഗ് കോസ്റ്റ് ഒന്നുമില്ല. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം NRV ആയിട്ട് നമുക്ക് ഈ ഒരു സംഭവം എടുക്കാം. അങ്ങനെ അസ്യൂം ചെയ്യുന്നു. ഇനി നമുക്കൊരു പാർട്ട്ലി ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ഉണ്ട്, വർക്ക് ഇൻ പ്രോഗ്രസ്. അതിൻ്റെ NRV കണ്ടുപിടിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യണം, എസ്റ്റിമേറ്റഡ് സെല്ലിംഗ് പ്രൈസ് നമുക്കൊരു 300 ഉണ്ട്. ഇനി അത് ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ടില്ല, സോ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഓഫ് കംപ്ലീഷൻ അതുകൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. ഇവിടെ 60 രൂപയും കൂടി കോസ്റ്റ് ഇൻകർ ചെയ്താൽ മാത്രമേ അതെന്താവുള്ളൂ, നമ്മളുടെ സെയിലബിൾ കണ്ടീഷനിലാവുള്ളൂ. സോ 60 rupees എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഓഫ് കംപ്ലീഷൻ ഉണ്ട്, ലെസ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് നെസസറി ടു മേക്ക് ദി സെയിൽ, അത് ഒന്നുമില്ല. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, 240 ആയിരിക്കും ഇതിൻ്റെ നെറ്റ് റിയലൈസബിൾ വാല്യൂ. ഈ 2 വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെയും ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെയും NRV നമ്മൾ കണ്ടുപിടിച്ചു. ഇനി കോസ്റ്റ് ആൻഡ് NRV കമ്പാരിസൺ റോ മെറ്റീരിയലിൻ്റെ കേസിൽ എടുക്കാനാണെങ്കിൽ അവിടെ റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് തന്നിട്ടുണ്ട്, അത് വെച്ചിട്ടായിരിക്കും നമ്മളുടെ വാല്യുവേഷൻ വരിക.
അപ്പം നമ്മൾ ഒരു വളരെ ചെറിയൊരു ഫോർമാറ്റ് വരയ്ക്കുവാണ്. ഒരു 5-6 കോളമുള്ള ഒരു ഫോർമാറ്റ് വരയ്ക്കുവാണ്. ഇതിൽ ഈ ഇൻവെൻട്രി വാല്യുവേഷൻ മൊത്തം നമുക്ക് ചെയ്യാം. സോ ഞാൻ പെർട്ടിക്കുലേഴ്സ് കോസ്റ്റ് പെർ യൂണിറ്റ്, NRV പെർ യൂണിറ്റ്, വാല്യൂ പെർ യൂണിറ്റ്, നമ്പർ ഓഫ് യൂണിറ്റ്സ്, വാല്യൂ ഓഫ് ഇൻവെൻട്രി, ഇങ്ങനെയൊരു ഫോർമാറ്റ് ഞാൻ വരയ്ക്കുവാണ്. സോ ഈ ഫോർമാറ്റിൽ ഫസ്റ്റ് വൺ എന്താ, നമുക്ക് പ്രോഡക്റ്റ് എക്സ് ഫിനിഷ്ഡ് ഗുഡ്സിൽ നിന്ന് തുടങ്ങാം. സോ പ്രോഡക്റ്റ് എക്സ്, അതിൻ്റെ കോസ്റ്റ് എത്രയാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്? ഇറ്റ് ഈസ് ഗിവൺ ആസ് 320. ഓക്കെ, അത് മെഷർ ചെയ്തൊക്കെ തന്നിട്ടുണ്ട്. കോസ്റ്റ് ഇസ് 320. ഇനി നെറ്റ് റിയലൈസബിൾ വാല്യൂ നമുക്ക് എത്രയാ? എക്സ്പെക്ടഡ് സെല്ലിംഗ് പ്രൈസ് 300 ആണ്. എസ്റ്റിമേറ്റഡ് കോസ്റ്റ് നെസസറി ടു മേക്ക് ദി സെയിൽ ഒന്നും ഇല്ല എന്ന് നമ്മൾ അസ്യൂം ചെയ്തു. 300 NRV ആയിട്ട് എടുക്കുന്നു. സോ 300 കോസ്റ്റ് ആൻഡ് NRV വിച്ച് എവർ ഈസ് ലോവർ 300. ഇനി ഇതിൻ്റെ എത്ര യൂണിറ്റ്സ് നമ്മളുടെ അടുത്തുണ്ട്? 1500 യൂണിറ്റ്സ് നമ്മളുടെ അടുത്തുണ്ട്. സോ 1500 യൂണിറ്റ്സ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം 300 into 1500 4,50,000 ആയിരിക്കും ഈ വാല്യൂ ഓഫ് ഇൻവെൻട്രി. ഇനി അടുത്തതിലേക്ക് പോവുകയാണ്, നമ്മളുടെ വർക്ക് ഇൻ പ്രോഗ്രസ്. വർക്ക് ഇൻ പ്രോഗ്രസ് വരുമ്പം അതിൻ്റെ കോസ്റ്റ് ആയിട്ട് അവർ പറയുന്നു 260 ആണ് ഇതുവരെ ഇൻകർ ചെയ്തേക്കുന്ന കോസ്റ്റ്. സോ 260. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം NRV ഇസ് 240. സോ ലോവർ ഓഫ് കോസ്റ്റ് ആൻഡ് NRV 240. ഇനി അതിൻ്റെ എത്ര യൂണിറ്റ്സ് നമ്മളുടെ അടുത്തുണ്ട്? പാർട്ട്ലി ഫിനിഷ്ഡ് യൂണിറ്റ്സ് 500 യൂണിറ്റ് ആണ് നമുക്കുള്ളത്. സോ 500. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം 240 into 500 1,20,000 ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള വാല്യൂ. ഇനി മൂന്നാമതായിട്ട് നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ റോ മെറ്റീരിയൽ എ ആണ്. ഈ റോ മെറ്റീരിയൽ എയെ കുറിച്ച് അവർ സ്പെസിഫിക് ആയിട്ട് പറയുന്നു, ഹിസ് ഫാക്ടറി പ്രൊഡ്യൂസേഴ്സ് പ്രോഡക്റ്റ് എക്സ് യൂസിങ് റോ മെറ്റീരിയൽ എ. ഈ ഫിനിഷ്ഡ് ഗുഡ്സ് എക്സ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള റോ മെറ്റീരിയൽ ആണ് റോ മെറ്റീരിയൽ എ. അപ്പോൾ അതിൻ്റെ പർച്ചേസ് കോസ്റ്റ് 120 ആണെന്ന് പറയുന്നു. സോ കോസ്റ്റ് ഇസ് 120. യുവർ കോസ്റ്റ് ഇസ് 120. ഇനി നെറ്റ് റിയലൈസബിൾ വാല്യൂ കോസ്റ്റ് ആൻഡ് NRV കമ്പാരിസൺ എടുക്കണോ എന്ന് എങ്ങനെയാണ് നമ്മളിവിടെ അനലൈസ് ചെയ്യുക? മെറ്റീരിയൽസ് ആൻഡ് സപ്ലൈസ് ടു ബി കൺസ്യൂംഡ് ഇൻ പ്രൊഡക്ഷൻ പ്രോസസ് ആണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം NRV ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ഈ കേസിൽ എത്രയാണ്? 300 ആണ്. കോസ്റ്റ് എന്ന് പറയുന്നത് 320 ആണ്. സോ NRV ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ഇസ് ലെസ് ദാൻ ദി കോസ്റ്റ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന എക്സെപ്ഷൻ, കോസ്റ്റിൽ തന്നെ വാല്യൂ ചെയ്യാനുള്ള എക്സെപ്ഷൻ നമ്മൾ യൂസ് ചെയ്യാൻ പറ്റില്ല. ലോവർ ഓഫ് കോസ്റ്റ് ആൻഡ് NRVയിൽ നമ്മൾ ഇതിനെ വാല്യൂ ചെയ്യണം. റീപ്ലേസ്മെന്റ് കോസ്റ്റ് ആയിരിക്കും ആ സിറ്റുവേഷനിൽ ബെസ്റ്റ് എസ്റ്റിമേറ്റ് ഓഫ് NRV. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ ബേസിസിൽ നമ്മളുടെ റീപ്ലേസ്മെന്റ് കോസ്റ്റ് ക്വസ്റ്റ്യനിലുണ്ട് 90 rupees. സോ അത് നമ്മളുടെ NRV ആയിട്ട് എടുക്കണം. കോസ്റ്റ് ആൻഡ് NRV വിച്ച് എവർ ഇസ് ലോവർ 90 വിൽ ബി ദി വാല്യൂ. സോ ഇങ്ങനെ റോ മെറ്റീരിയലിൻ്റെ എത്ര സ്റ്റോക്ക് നമ്മളുടെ കയ്യിലുണ്ട്? റോ മെറ്റീരിയലിൻ്റെ 600 സ്റ്റോക്ക് നമ്മളുടെ കയ്യിലുണ്ട്. സോ 600. സോ 600 into 90 നമ്മളെ സംബന്ധിച്ചിടത്തോളം 54,000 രൂപയായിരിക്കും വാല്യൂ ഓഫ് ഇൻവെൻട്രി. സോ 4,50,000 പ്ലസ് 1,20,000 പ്ലസ് 54,000 6,24,000 വിൽ ബി യുവർ വാല്യൂ ഓഫ് ഇൻവെൻട്രി. ഇനി നിങ്ങൾ നോക്കിയാൽ അറിയാം നമ്മളുടെ ക്വസ്റ്റ്യൻ്റെ റിക്വയർമെൻറ്റ് എന്താ? ഹൗ ഈച്ച് ഐറ്റം ഓഫ് ഇൻവെൻട്രി വിൽ ബി വാല്യൂഡ് ആസ് ഓൺ 31/3/2017. ഇതാണ് ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് പറയണം? ഈ കഥയൊക്കെ ആദ്യം ഒന്ന് പറഞ്ഞു വെക്കണം. ASൻ്റെ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ അപ്ലൈ ചെയ്ത പ്രിൻസിപ്പിൾ പറയണം. ഫിനിഷ്ഡ് ഗുഡ്സ് ടു ബി വാല്യൂഡ് അറ്റ് ലോവർ ഓഫ് കോസ്റ്റ് ആൻഡ് NRV ആൻഡ് വർക്ക് ഇൻ പ്രോഗ്രസ് NRV നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തേക്കുന്നത് എന്താ? എസ്റ്റിമേറ്റഡ് കോസ്റ്റ് സെല്ലിംഗ് പ്രൈസ് ലെസ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഓഫ് കംപ്ലീഷൻ ലെസ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് നെസസറി ടു മേക്ക് ദി സെയിൽ. ആ ഒരു അനാലിസിസ് അതും പറയണം. ദെൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം റോ മെറ്റീരിയലിൻ്റെ കേസിൽ ഇവിടെ മെറ്റീരിയൽസ് ഓർ സപ്ലൈസ് വിച്ച് ആർ ടു ബി കൺസ്യൂംഡ് ഇൻ ദി പ്രൊഡക്ഷൻ പ്രോസസ് ആണ്. ഇവിടെ കോസ്റ്റിനേക്കാൾ കുറവാണ് നെറ്റ് റിയലൈസബിൾ വാല്യൂ ഫിനിഷ്ഡ് ഗുഡ്സ്. അതുകൊണ്ട് റോ മെറ്റീരിയലിന് കോസ്റ്റ് ആൻഡ് NRV കമ്പാരിസൺ എടുക്കുന്നു.
സോ ദെയർഫോർ റീപ്ലേസ്മെന്റ് കോസ്റ്റ് ആണ് അവിടെ NRVയുടെ ബെസ്റ്റ് എസ്റ്റിമേറ്റ് ആയിട്ട് എടുത്തേക്കുന്നത്. ഈ ഫാക്ട്സ്, ഈ പ്രൊവിഷൻസ് യൂസ് ചെയ്ത് യു ഷുഡ് ഫസ്റ്റ് ഗീവ്. അതാണ് നമുക്ക് ഇവിടെ ഉള്ളത്. ഇനി നമ്മളോട് വാല്യൂ ഓഫ് ഇൻവെന്ററി, കാൽക്കുലേറ്റ് ദി വാല്യൂ ഓഫ് ഇൻവെന്ററി പറയുന്നുണ്ട്. അതാണ് സെക്കൻഡ് ലിമിറ്റ്. ഈ രണ്ട് റിക്വയർമെന്റ് നമ്മൾ ഫുൾഫിൽ ചെയ്ത് ആൻസർ ചെയ്യണം. സോ സെക്കൻഡ് റിക്വയർമെന്റ് ഇസ് ദിസ്. ഫസ്റ്റ് വൺ, യു ഷുഡ് ഗീവ് എ പാരഗ്രാഫ്, ഷോർട്ട് പാരഗ്രാഫ്, വളരെ ബ്രീഫ് ആയിട്ട് ഈ പ്രൊവിഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യണം. അങ്ങനെ വേണം നിങ്ങൾ ആൻസർ പ്രസന്റ് ചെയ്യാനായിട്ട്. സോ ദിസ് ക്വസ്റ്റ്യൻ we had comprehensively covered in the AS2 on valuation of inventories, as well as we had done a comprehensive problem. So നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.